ഇത് 2017. ഇതും സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് 2 വർഷത്തിനടുത്ത് പേപ്പറുണ്ട്. ഏകദേശം 22 മാസം പേപ്പർ കിടപ്പുണ്ട്. ഇൻഷുറൻസ് 10 മാസം കിടപ്പുണ്ട്. ഇത് 2016 സെൻസർ ഇല്ലാത്ത വണ്ടിയാണ്. ഇത് ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ലോ കിലോമീറ്റർ വണ്ടിയാണ്. ഇതേ അവസ്ഥ തന്നെയാണ്. 2020 ടെസ്റ്റ് കഴിഞ്ഞ് തീർന്നിട്ട് ഇത് ഒതുക്കിയിട്ടിരുന്ന വണ്ടിയാണ്. നല്ല സീറ്റ് കവേഴ്സൊക്കെ ആണല്ലോ. സീറ്റ് ഫ്രണ്ട് 2 സീറ്റ് കവർ ചെയ്യിച്ച് ബാക്ക് കമ്പനി സീറ്റാണ്. എന്ന് വെച്ചാൽ വണ്ടിക്ക് യാതൊരു അപാധമില്ല. ഇത് 2018 വണ്ടിയാണ്. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. 1,03,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നത്. 2020 രജിസ്ട്രേഷൻ 19 മാനുഫാക്ചറിങ് ഉള്ള ടാറ്റ സിപ്പാണ്. XL ആണ്, വലിയ വണ്ടിയാണ്. ഇത് 2018 വണ്ടിയാണ്. പ്രൈവറ്റ് വണ്ടിയാണ്. ഇത് നിലവിൽ ഇതും സിംഗിൾ ഓണർ വണ്ടിയാണ്. 4 പുത്തൻ ടയറുണ്ട്. വണ്ടി ഇപ്പം ഷോറൂമിൽ എൻജിൻ പണിഞ്ഞിറങ്ങിയ വണ്ടിയാണ്. ഹായ് ഫ്രണ്ട്സ്, സനൂപാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് കൊല്ലം ജില്ലയിലാണ്, ചാത്തന്നൂർ ഭാഗത്താണ് വന്നേക്കുന്നത്. കറക്റ്റ് എവിടെയാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ വെള്ളിമൂങ്ങയുടെ വീഡിയോ എപ്പോഴും എടുത്ത് കാണിക്കുന്ന ശബരി ഓട്ടോ സെൽ എന്ന് പറയുന്ന ജയണ്ണൻ്റെ ഷോപ്പിലാണ് വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടികളും, അത് ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് പറയണ്ടല്ലോ, എല്ലാ പ്രാവശ്യം വരുമ്പോഴും ഞാൻ പറഞ്ഞ കാര്യമാണ്. ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ചെയ്യാത്തൊരു വ്യക്തിയാണ്. അതേപോലെ തന്നെ ഇത്തവണ ജീത്തോ ഒരു 4-5 ജീത്തോ ഉണ്ട്. പിന്നെ ഇഷ്ടംപോലെ വെള്ളിമൂങ്ങയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ വണ്ടികളും ചെറിയ തൂക്കിയുള്ള വണ്ടികളും ഉണ്ട് ഇത്തവണ. കാരണം എന്ന് പറഞ്ഞാൽ ഒരു 1.45 തൊട്ട് നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാവുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. ഇപ്പോൾ 2 ലക്ഷത്തിന് മുകളിലേക്കായിരുന്നു കഴിഞ്ഞ 2-3 വീഡിയോകളായിട്ട് ചേട്ടൻ്റെ ഇരിക്കുന്ന വണ്ടികളുടെ വില. അപ്പോൾ അത് എടുക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ 1 ലക്ഷത്തി, അതായത് 1.5 ലക്ഷത്തിൽ താഴെ നിൽക്കുന്ന ടൈപ്പ് വെള്ളിമൂങ്ങ ഉള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള വണ്ടികൾ നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും പ്രതീക്ഷിച്ചോളുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ നമുക്ക് വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ജയണ്ണോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. ജയണ്ണ നമസ്കാരം. നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ മാസത്തെ കച്ചവടമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ വില പറയാതെ ഒരു ഭയങ്കര സംഭവമൊക്കെ ആക്കിയതാണ്. വില പറയാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനഃപൂർവ്വം പറയാഞ്ഞല്ല. നമ്മുടെ വാഹനത്തിന് ഒരു വില നമ്മൾ മനസ്സിൽ കാണുന്നുണ്ട്. പക്ഷേ വില പറയുമ്പോൾ ആൾക്കാർ പറയുന്നുണ്ട് വില കൂടുതലാണ്. ആ ഒരു ഇതുകൊണ്ടാണ് ഞാൻ വില പറയാഞ്ഞത്. അത് ഈ കാര്യമൊന്നുമില്ല. ക്വാളിറ്റി ആയിട്ട് സാധനം കൊടുക്കുമ്പോൾ വന്ന് എടുക്കുന്നവർക്ക് അത് അറിയാമല്ലോ. സ്ഥാപനത്തിൽ ഞാൻ കൊടുക്കുന്ന എന്ത് ക്വാളിറ്റി ആയിരിക്കും അതിനകത്ത് 100% നമുക്ക് ഉറപ്പോട് കൂടിയാണ് നമ്മൾ ഈ കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയാണിത്. അപ്പോൾ ഒരുപാട് പേര് ദൂരത്തു നിന്നൊക്കെ വിളിച്ചിട്ട് ആ സൈഡിലൊക്കെ കൊല്ലം ഉണ്ടെന്ന് തോന്നുന്നു. ഇത് കൊല്ലം ജില്ലയെന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തിന് അടുത്ത് ആലപ്പുഴയ്ക്ക് ഇപ്പുറമുള്ള ജില്ലയാണ് കൊല്ലം ജില്ല. ഇത് കൊല്ലം ജില്ലയിൽ നമ്മളുടെ അടുത്ത ഏറ്റവും വലിയ സ്ഥലം എന്ന് പറഞ്ഞാൽ ചാത്തന്നൂരാണ്. ഇങ്ങോട്ട് പോയാൽ കല്ലുവാതുക്കൽ, പാരിപ്പള്ളി. അപ്പം ഈ പാരിപ്പള്ളിക്കും കല്ലുവാതുക്കലിനും ഇടയ്ക്കാണ്, ചാത്തന്നൂരിനും കല്ലുവാതുക്കലിനും ഇടയ്ക്കാണ് ഈ സ്ഥാപനം. ഹൈവേ സൈഡാണ്. ഹൈവേയുടെ നമ്മൾ ചാത്തന്നൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴിക്ക് ഇടത് സൈഡിലാണ്. ഇടത് സൈഡെന്ന് പറയുമ്പോൾ അടുത്ത സ്പോട്ട് എന്ന് പറഞ്ഞാൽ ചാത്തന്നൂർ സ്പിന്നിംഗ് മില്ലുണ്ട്. അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് മാങ്കുന്നം എന്ന് പറയുന്ന ഒരു സ്ഥാപനം, ഹോസ്പിറ്റലുണ്ട്. അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് വരും. അവിടെയാണ് ഈ സ്ഥാപനം ഉള്ളത്. പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നവർക്കാണെങ്കിൽ കല്ലുവാതുക്കൽ കഴിഞ്ഞിട്ട് ഒരു 300-400 മീറ്റർ വരുമ്പോൾ ഇടത് സൈഡിൽ ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു പമ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ സ്ഥാപനം ഉള്ളത്. ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് അപേക്ഷിച്ച് കഴിഞ്ഞ പ്രാവശ്യം വില പറഞ്ഞിട്ടില്ല. അതിന് മുമ്പൊക്കെ ഉള്ള സമയത്തുള്ള ഒരു 2-3 വീഡിയോയിൽ 2 ലക്ഷത്തിൽ താഴോട്ട് നമുക്ക് വണ്ടികളില്ലായിരുന്നു. ഇല്ല, നമുക്ക് ഇപ്രാവശ്യം 1,45,000 രൂപയ്ക്ക് പുതിയ പേപ്പർ, പിന്നെ പുതിയ ടെസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടികൾ കിടപ്പുണ്ട്. എത്ര ഉണ്ട് ഒരു 2 ലക്ഷത്തിനകത്ത്? 2 ലക്ഷത്തിനകത്ത് ഒരു രണ്ട് വണ്ടി ഇപ്പോൾ 2 വണ്ടിയുണ്ട്. 3 വണ്ടി കിടക്കും. 3 വണ്ടിയുണ്ട്. ഈ വീഡിയോ കാണിക്കണ്ട? തീർച്ചയായും. ഓക്കെ, അപ്പം നമുക്ക് വണ്ടികൾ നോക്കാം. സനുവേ, ഇത് 2020 രജിസ്ട്രേഷൻ 19 മാനുഫാക്ചറിങ് ഉള്ള ടാറ്റ സിപ്പാണ്. XL ആണ്, വലിയ വണ്ടിയാണ്. അത് ഇന്നലെ ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ്. അതായത് 2 വർഷത്തേക്കുള്ള ഫുൾ പേപ്പറുള്ള വണ്ടിയാണ്. ഇത് 66,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വണ്ടിയിൽ ഒരിടെ പാച്ച് വർക്കോ മെക്കാനിക്കലോ ഒന്നുമില്ല. ഇപ്പോൾ സനൂപ് നിന്നപ്പോഴാണ് ഈ വർക്ക്ഷോപ്പിൽ നിന്ന് ഈ വണ്ടി ഇവിടെ കൊണ്ടുവന്നത്. ഞാൻ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ പണി ചെയ്തിട്ടാണ് വണ്ടി കൊടുക്കുന്നത്. കാണുന്ന കംപ്ലീറ്റ് പണി ചെയ്തിട്ടാണ് വണ്ടി കൊടുക്കുന്നത്. അതിനകത്ത് ഈ എടുത്തുകൊണ്ട് പോകുന്നവർക്ക് പിന്നെ പിറ്റേന്ന് തൊട്ട് വർക്ക്ഷോപ്പ് കയറി ഇറങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കത്തില്ല. ഇത് എന്തോ ഓടിയിട്ടുണ്ട് ഈ വണ്ടി? എന്തോ ഓടിയിട്ടുണ്ടെന്ന് 66,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെന്യൂൻ കിലോമീറ്റർ ആയിരുന്നു. സനുവേ, നമ്മളിത് സെക്കൻഡ് ഹാൻഡ് എടുക്കുമ്പോഴേ ഓരോരുത്തർ ഈ കിലോമീറ്റർ അതിൽ കാണുന്ന കിലോമീറ്ററാണ്. നമ്മൾ ഇതിനകത്ത് കിലോമീറ്റർ മറിക്കാനോ തിരിക്കാനോ, കാര്യം ഈ വണ്ടിയൊക്കെ ഓടിയാലും കംപ്ലൈൻറ്റ് വരുന്ന വണ്ടിയല്ല. പിന്നെ നമ്മളെന്തിനാ കിലോമീറ്റർ മറിക്കുന്നത്? അങ്ങനെ ചെയ്യാറില്ല.
അമ്മാതിരി പരിപാടിയൊന്നുമില്ല. ഇല്ല ഇതൊരു ഫ്രൂട്ട്സ് കച്ചവടം തന്നെ കിടന്നത്. അപ്പം തീർച്ചയായിട്ടും ഫ്രൂട്ട്സൊക്കെ എടുത്തുകൊണ്ടൊന്ന് ഒരു സൈഡിൽ ഒതുക്കിയിട്ടിട്ട് അവർ കച്ചവടം ചെയ്യുന്നവരാ. അങ്ങനെ ആകുമ്പോൾ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കിലോമീറ്ററാണ്. എത്ര ചോദിക്കുന്നത്? ഇത് 2,05,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. 2,05,000. ഇത് എത്ര രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് ഒരു 1,25,000 രൂപ വരെ ഫിനാൻസ് കിട്ടും. എത്ര വർഷം? 3 വർഷം. 3 വർഷം. അപ്പോൾ ഡൗൺ പേയ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു 80,000 രൂപ വേണം. ഇതിനൊക്കെ മോഡൽ അപേക്ഷിച്ചുള്ള ഫിനാൻസ് കിട്ടുന്നില്ല. ഇല്ല. ഓക്കെ. റീപ്ലേസ് ആയിട്ടൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. നമ്മുടെ കമ്പനി ഗ്ലാസ് ഒക്കെ അല്ലേ കിടക്കുന്നത്. ഇത് നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്ന ഒരു ടാറ്റ പിന്നെ മഹീന്ദ്ര ജീത്തോ ആണ്. ഇത് ഉണ്ടായിരുന്നോ എന്ന് അറിയില്ല. ഇത് 2018 വണ്ടിയാണ്. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. 1,03,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നത്. 2026 ജനുവരി വരെ ടെസ്റ്റുള്ള വണ്ടിയാണ്. റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യം നല്ല വൃത്തിയിൽ കമ്പനിയിൽ പോയി ഇപ്പം ഫുള്ള് പണി ചെയ്ത് എല്ലാം ചെയ്തിട്ടിരിക്കുന്ന വണ്ടിയാണ്. ഞാൻ എടുത്തുകൊണ്ട് വന്നതിന് ശേഷം കമ്പനിയിൽ പിന്നെ മഹീന്ദ്രയുടെ ഷോറൂമിലാണ് ഞാൻ കൊണ്ടുപോയി പണി ചെയ്യിക്കുന്നത്. അവിടെ കൊണ്ട് എല്ലാ പണിയും ചെയ്യിച്ചിട്ടിരിക്കുന്ന വണ്ടിയാണ്. ഷോറൂം സർവീസ് ആണ്. അപ്പം ഷോറൂമിൽ ഞാൻ ഇവിടെ അടുത്ത് ഷോറൂമുണ്ട്, അവിടെ കൊടുക്കുന്നത്. ഷോറൂമിലാകുമ്പോൾ നമുക്ക് വിശ്വസിച്ച് പണി ചെയ്യിപ്പിക്കാം. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? 2026 ജനുവരി വരെ പേപ്പറുണ്ട്. ചോദ്യം എത്ര? ചോദ്യം എത്ര രൂപ ചോദിക്കുന്നത്? ഇത് 3,55,000 രൂപയാണ് ഞാൻ ചോദിക്കുന്നത്. 3,55,000. ഓക്കെ. വണ്ടി ഫുൾ പണിയും കാര്യങ്ങളൊക്കെ എല്ലാ പണിയും ചെയ്തിട്ടിരിക്കുന്ന. പെയിന്റ് ഒക്കെ കമ്പനി പെയിന്റ് തന്നെയല്ലേ? കമ്പനി പെയിന്റ് ഒരു പിന്നെ 70% കമ്പനി പെയിന്റാണ്. ബാക്കി എന്ന് പറഞ്ഞാൽ ടാക്സി എന്ന് പറയുമ്പം ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പോറൽ കിടന്നാൽ പോലും ടെസ്റ്റ് ചെയ്യാറില്ല. അപ്പോൾ ടെസ്റ്റിന് എന്തായാലും ടച്ചും പോളിഷും ചെയ്യും വണ്ടി. ടാക്സി വണ്ടിയൊക്കെ കമ്പനി പെയിന്റ് കിട്ടുന്ന വളരെ അപൂർവമാണ്. ടയറൊക്കെ അത്യാവശ്യം നല്ല ടയേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. റീപ്ലേസ് ഒന്നുമില്ല. ഓണർഷിപ്പ് എത്ര? ഇത് ഫസ്റ്റ് ഓണർ, സിംഗിൾ ഓണർ ഉണ്ട്. ഇത് 2018 വണ്ടിയാണ്. പ്രൈവറ്റ് വണ്ടിയാണ്. ഇത് നിലവിൽ ഇതും സിംഗിൾ ഓണർ വണ്ടിയാണ്. 4 പുത്തൻ ടയറുണ്ട്. വണ്ടി ഇപ്പം ഷോറൂമിൽ എൻജിൻ പണിഞ്ഞിറങ്ങിയ വണ്ടിയാണ്. 68,000 70,000 കിലോമീറ്റർ കണ്ടായത് ഇന്നലെ വന്ന വണ്ടിയാണ്. അതുകൊണ്ട് ജനുവൻ കിലോമീറ്റർ എത്രയാണെന്ന് ഓർക്കുന്നില്ല. 4 പുതിയ ടയറാണ്. പുത്തൻ ടയർ കാര്യങ്ങളൊക്കെ ഇവിടെ മാറിയതാ. എൻജിൻ പണിഞ്ഞ വണ്ടിയാണ് ഇതിപ്പം. ഇതിൻ്റെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് വണ്ടിയല്ലേ. 2018 ആകുമ്പോൾ 2033 വരെ ടെസ്റ്റ് ഉള്ള വണ്ടിയാണ്. വേണമെങ്കിൽ ഇതെടുത്ത് ടാക്സി ആക്കാൻ പറ്റും. അങ്ങനെ ആക്കി കൊടുക്കുമോ? നമ്മളെടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിൽ ടാക്സി ആക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം പേര് മാറണം. ആദ്യം പേര് മാറിയതിന് ശേഷമേ നമുക്ക് ടാക്സി ആക്കാൻ പറ്റൂ. വണ്ടിക്ക് അതൊക്കെ കൊള്ളാം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ടയേഴ്സ് കാര്യങ്ങൾ. 4 പുത്തൻ ടയറാണ്. ജീത്ത ആകുമ്പോൾ മൈലേജ് എങ്ങനെ ആയിരിക്കും? ജീത്തോയ്ക്കും 10-30 മൈലേജ് കിട്ടും. 30 കിട്ടും. 30 മൈലേജ് കിട്ടും. ഡീസൽ അല്ലേ? ഡീസൽ വണ്ടി. ഈ രണ്ട് പിന്നെ ടാറ്റ എയറിസും ഇതും തമ്മിൽ 10 cc വ്യത്യാസമേ ഉള്ളൂ വണ്ടിയാണ്. അപ്പം വണ്ടി അത്യാവശ്യം നല്ല വണ്ടിയാണ്. പ്രശ്നങ്ങളൊന്നുമില്ല. കമ്പനി ഒറ്റ ഓണറുണ്ട്. 3,40,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. 3,40,000. ഇത് 2018 മഹീന്ദ്ര ജീത്തോയുടെ ഗുഡ്സ് വണ്ടിയാണ്. ഇത് പിന്നെ 2018 കൊല്ലം വണ്ടിയാണ്. നമ്പർ പ്ലേറ്റ് ഇന്നലെ പെയിൻറ്റ് ചെയ്തുകൊണ്ട് വന്നതേ ഉള്ളൂ. നമ്പർ പ്ലേറ്റ് ഒട്ടിച്ച് കാണത്തില്ല. ടയറെല്ലാം മാറും. ടയർ മാറിയേ കൊടുക്കത്തുള്ളൂ. അത് ഇന്നലെ പണി കഴിഞ്ഞ് കൊണ്ടുവന്ന വണ്ടിയാണ്. ടയർ മാറി 4 ടയറും മാറണം. ഇത് പുതിയ ഇൻഷുറൻസ് എടുത്ത് ഫെബ്രുവരി 2025 ഫെബ്രുവരിയിൽ ടെസ്റ്റാണത്. പിന്നെ ബാക്കി ഇൻഷുറൻസ് പുതിയത് എടുത്ത് കൊടുക്കും. 4 ടയർ മാറി കൊടുക്കും. വണ്ടി ഫുള്ള് മെക്കാനിക്കൽ ചെയ്ത് കൊടുക്കും. മെക്കാനിക്കൽ ചെയ്തിട്ടിരിക്കുക. പെയിന്റ് ഇപ്പോൾ അടിച്ചേ ഉള്ളൂ. കുറച്ച് പാച്ച് വർക്ക് ഉണ്ടായിരുന്നു. പാച്ച് വർക്ക് എല്ലാം ചെയ്ത് ബോഡിയിൽ കുറച്ച് പാച്ച് വർക്ക് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ചെയ്യിച്ചു. അപ്പം നമ്മൾ ഇന്നലെ ഫുൾ പെയിൻറ്റ് ചെയ്ത് ഇട്ടിരിക്കുന്ന വണ്ടിയാണ്. ഇപ്പോൾ അടുത്ത ടെസ്റ്റായാൽ പോലും എടുക്കുന്ന പാർട്ടിക്ക് സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്യണ്ട. പെയിൻറ്റ് ഭാഗങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്യണ്ട. ടയറെല്ലാം മാറി കൊടുക്കുകയും ടയർ മാറി കൊടുക്കും. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്ന 1,90,000 രൂപയാണ് ചോദിക്കുന്നത്. 1,90,000. ഇതിന് മൈലേജ് എന്താണ് ഈ വണ്ടിക്ക്? ഇതിനെല്ലാം സെയിം മൈലേജ് ആണ്. സെയിം എഞ്ചിനല്ലേ. ഇതും 2013 പ്രൈവറ്റ് വണ്ടിയാണ്. ഇത് 2ാമത്തെ ഓണർഷിപ്പ് വണ്ടിയാണ്. വണ്ടി ഫുൾ കണ്ടീഷനായിട്ട് ഫുള്ള് മെക്കാനിക്കൽ ചെയ്തിട്ടിരിക്കുക. അത്യാവശ്യം എല്ലാ ഭാഗങ്ങളും വൃത്തിയാണ്. നമുക്കിത് കിലോമീറ്റർ 1.35 കണ്ട് ഓടിയതാണ്. 1.35? അതെ.
പിന്നെ ഇത് ഒരു പാർട്ടി വരുമ്പോൾ അവർക്ക് വിശ്വാസം വരാൻ വേണ്ടി അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു മെക്കാനിക്കലിനെ കൊണ്ടുവരാം, അവർക്ക് വണ്ടി നോക്കിയെടുപ്പിക്കാം. പിന്നെ മെക്കാനിക്കൽ ഇല്ലാതെ വരുന്ന ഒരു പാർട്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഉത്തരവാദിത്വത്തിൽ തന്നെയാണ് നമ്മൾ വണ്ടി കൊടുക്കുന്നത്. മെക്കാനിക്കൽ ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മളെ ഉത്തരവാദിത്വത്തിലാണ് നമ്മൾ വണ്ടി കൊടുക്കുന്നത്. എടുത്തുകൊണ്ട് പോയി പിറ്റേ ദിവസം അല്ലെങ്കിൽ ഒരു 10 ദിവസമോ 15 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും വലിയ പണികളൊക്കെ വരുമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും. ചെറിയ നിസ്സാരമായ കാര്യങ്ങൾ ഇതുകൊണ്ടെന്നുണ്ടെങ്കിൽ അവർ ചെയ്തുകൊണ്ടും ബാക്കി വലിയ ഭാഗങ്ങൾ വല്ലതും വരുമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്താൽ കൊടുക്കുന്നത്, നമ്മൾ ചെയ്ത് കൊടുക്കും. ആ ഒരു ഉറപ്പ് നമ്മൾ കൊടുക്കും. ഒരു വണ്ടി എടുക്കുന്ന ഇത് ഒരു ആട്ടോ എടുക്കുന്നവന് നമുക്ക് അങ്ങനെ ഒരു പണി കൊടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. വണ്ടിക്ക് അതൊക്കെ കൊള്ളാം, എല്ലാം പണി ഇതും പുതിയ പെയിന്റിംഗ്. ഈ വണ്ടി നമ്മളെ കഴിഞ്ഞ വീഡിയോ ഉണ്ടായിരുന്നു. പ്രൈവറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് വിട്ടുപോകാൻ സാധ്യത കുറവാണ്. ടയേഴ്സ് കാര്യങ്ങൾ ഇത് 1,30,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. 1,30,000. അതെ. ഫുള്ള് പെയിന്റ് കാര്യങ്ങളെല്ലാം ടാക്സി ആക്കുന്നവർക്കാണെങ്കിലും വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി പിന്നെ മഞ്ഞ ബോർഡ് അടിക്കുക, പിന്നെ പേര് മാറുക, കൊണ്ട് ടാക്സി ആക്കുക, അത്ര ഒരു പണിയുള്ളൂ. ഇത് 2019 പിന്നെ വണ്ടിയാണ്, 19 രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇതും ഫസ്റ്റ് 3ാമത്തെ ഓണർ വണ്ടിയാണ്. ഇത് 4 പുത്തൻ ടയർ. നമുക്ക് ഇത് ഫുള്ള് പണിഞ്ഞിട്ടിരിക്കുന്ന പെയിൻറ്റിങ് എല്ലാം ചെയ്തിട്ടിരിക്കുകയാണ്, ടച്ചും പോളിഷും എല്ലാം ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടെസ്റ്റിൻ്റെ പണി ചെയ്തിട്ടിരിക്കുകയാണ്. പുതിയ 2 വർഷത്തെ പേപ്പർ എടുത്ത് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. 2 വർഷത്തെ പേപ്പർ എടുക്കുന്നതിന് വേണ്ടി ഒരു പാർട്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ അവർ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇൻഷുറൻസ് എടുത്ത് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. ബാക്ക് സൈഡൊക്കെ ബാക്ക് സീറ്റ് പൊക്കമുള്ള സീറ്റാണ്. വണ്ടി ഓവർ പണിഞ്ഞ് വൃത്തിയാക്കിയിട്ടേക്കാം. പെയിന്റ് കാര്യങ്ങളൊക്കെ കൊള്ളാം. പെയിന്റ് എല്ലാം ചെയ്തിരിക്കുകയാണ്. പാച്ചുവർക്കോ കാര്യങ്ങളോ മെക്കാനിക്കൽ സൈഡോ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. പുത്തൻ ടയറല്ലേ? 4 നല്ല ടയറുകളാണ്. എത്ര ചോദിക്കുന്നത്? ഇത് 2.25 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം നമുക്ക്. പുതിയ ടെസ്റ്റ് ചെയ്ത് പുതിയ ഇൻഷുറൻസ് എടുത്ത് GPS വെച്ച്, GPS ഒക്കെ ഇനി വരുന്നതെന്ന് പറഞ്ഞാൽ ഈ 2016 ശേഷമുള്ള വണ്ടികൾക്കെല്ലാം 16 മുതലുള്ള വണ്ടികൾക്കെല്ലാം 2 വർഷത്തെ GPS ആണ്. 2 വർഷത്തെ GPS ആണ്. അപ്പോൾ അതെല്ലാം ചെയ്ത് നമ്മൾ കൊടുക്കും. എത്ര ചോദിച്ചേ? 2.75. 2.75. കിടക്കുന്നതിൽ ഇത്തിരി പഴയ പിന്നെ 2-3 ഒരു 1.5 മാസം കൊണ്ട് കിടക്കുന്ന ഒരു വണ്ടിയാണ് ഇത്. എനിക്ക് തോന്നുന്നത് ഇത് കറുപ്പ് കളറായതുകൊണ്ടായിരിക്കും പോകാൻ വലിയ പാടുന്നത്. അപ്പോൾ ഇത് ജനുവരിയിൽ ടെസ്റ്റാണ്. നമ്മൾ ഒന്നിൽ ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കൊടുക്കാം. ഇൻഷുറൻസ് പുതിയത് എടുക്കണം. അപ്പോൾ അതെല്ലാം എടുത്ത് നമ്മൾ ഒരു 2 ലക്ഷം രൂപയ്ക്ക് ഈ വണ്ടി കൊടുക്കും. 2015 വണ്ടിയാണ്. ലാസ്റ്റ് പ്രൈസ് ആണോ? അതെ. ലാസ്റ്റ് പ്രൈസ്. ഇത് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ല, 1 രൂപയുടെ പണിയില്ല. മെക്കാനിക്കൽ ഫുൾ ചെയ്തിട്ടിരിക്കുകയാണ്. പാച്ച് വർക്ക് ഉണ്ടായിരുന്നു, ചെയ്തതാണ്. ബാക്കി ആ ഫ്രണ്ട് ഗ്ലാസ് ഒരു പൊട്ടലുണ്ട്, അത് വേണമെങ്കിൽ അതും മാറിക്കൊടുക്കാം. ബാക്ക് സൈഡൊക്കെ നല്ല വൃത്തിയായിട്ട് എല്ലാം വൃത്തിയാക്കി വണ്ടി ഫുൾ ഫിനിഷായിട്ട് ഇട്ടിരിക്കുക. എത്ര ചോദിച്ചാൽ? 2 ലക്ഷം. 2 ലക്ഷം രൂപയ്ക്ക് ഇൻഷുറൻസ് എടുത്ത് പേര് മാറി കൊടുക്കാം. ലോൺ കിട്ടുമല്ലോ? ലോൺ കിട്ടും. അപ്പോൾ എത്ര രൂപ ഇറക്കായി വണ്ടി? ഇതൊക്കെ ഒരു 70 രൂപ 60 രൂപ 70 രൂപയ്ക്ക് അകത്തുണ്ടെങ്കിൽ എടുക്കാൻ പറ്റും. ഇത് 2017 വണ്ടിയാണ്. ഇതും നമ്മൾ മെക്കാനിക്കൽ ഒരു വണ്ടിയുടെയും എടുത്തു പറയേണ്ട കാര്യമില്ല. നമ്മൾ ഫുൾ മെക്കാനിക്കലെല്ലാം ചെയ്താണ് ഇടുന്നത്. മെക്കാനിക്കൽ, പാച്ച് വർക്ക്, പെയിൻറ്റിങ് ഇതെല്ലാം ഉള്ള പണികൾ ചെയ്തിട്ടാണ് നമ്മൾ ഇടുന്നത്. പിന്നെ നമ്മളെ കണ്ണിൽ കാണാത്ത എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ ഒരു പാർട്ടി ഇന്ന പണി ബാക്കിയാണ്, അത് അല്ലെങ്കിൽ ഈ സൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് തീർച്ചയായിട്ടും ചെയ്താണ് വണ്ടിക്ക് കൊടുക്കുന്നത്. ഈ 2017 വണ്ടി ഏകദേശം 1 വർഷത്തോളം പേപ്പറുണ്ട്. നമ്മളത് 2,20,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. ഇനി പേപ്പർ എത്ര ഉണ്ട്? ഈ 1 വർഷത്തിനടുത്ത് പേപ്പറുണ്ട്. 1 വർഷം കൊണ്ട് പേപ്പറുണ്ട്. അതെ. അത്യാവശ്യം എല്ലാ ഭാഗങ്ങളും പണിഞ്ഞിട്ടിരിക്കുന്നതാണ്. ഇതിന്റെ സീറ്റ് അല്പം മോശമാണല്ലോ. അതേ സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ കമ്പനി സീറ്റ് വെച്ച് കൊടുക്കാം. എത്ര ചോദിച്ചേ? 2,20,000 രൂപ. 2017 ആണ് വണ്ടി. വണ്ടി ഫുള്ള് ഓക്കെയാണ്. എന്ത് ഓടി ഇത്? ഇത് 1 ലക്ഷത്തിന് മേളിൽ ഓടിയതാണ്. ഓണർഷിപ്പ് ഒക്കെ എങ്ങനെയാണ്? ഓണർഷിപ്പ് സെക്കൻഡ്. 2016 സെൻസറാണ് ഇത്. ഒറ്റ ഓണറാണ്. 1,99,000 കിലോമീറ്ററാണ്. വണ്ടി ഒരു 80% മേളിൽ കമ്പനി പെയിൻറ്റ് കിടക്കുന്ന വണ്ടിയാണ്. വണ്ടി ഫുള്ള് 2 വർഷത്തിനടുത്ത് പേപ്പറുണ്ട്. എല്ലാ കാര്യങ്ങളും നീറ്റാണ്. വണ്ടിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. മെക്കാനിക്കൽ സൈഡെല്ലാം പക്കയാണ്. ടയർ ഭാഗങ്ങളുണ്ട്. ബാക്കി ഒരു ഭാഗങ്ങളും മോശമില്ല. ഇത് നമ്മൾ ചോദിക്കുന്ന വില 2,05,000 രൂപയാണ്. ഓട്ടോ എത്രയാ? 1 ലക്ഷം ആവുന്നേ ഉള്ളൂ. ആയിട്ടില്ല. വണ്ടിയോ സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണറാണ്.
റീപ്ലേസ് ആയിട്ടൊന്നുമില്ല? ഒന്നുമില്ല. ഇത് 2017 വണ്ടിയാണ്. ഇത് 2017 വണ്ടി. ഇത് കൊല്ലം വണ്ടിയാണ്. സിംഗിൾ ഓണറാണ്. 1,20,000 കിലോമീറ്റർ അങ്ങോട്ട് ഓടിയതാണ് വണ്ടി. മറ്റ് അപാകതകൾ യാതൊന്നുമില്ല. ഫുള്ള് എല്ലാ സീറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ 1 വർഷം പേപ്പറുണ്ട്. ഇതിൻ്റെ സീറ്റ് കവേഴ്സ് വെച്ച് ക്വാളിറ്റി കൂടിയതല്ലേ? അതെ അതെ, അത് കാണാനുണ്ട്. വണ്ടിക്കകവും കാണാൻ കൊള്ളാം, നല്ല വൃത്തിയാണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. എല്ലാം നല്ല വണ്ടി. അത് കൊല്ലം വണ്ടിയാണ്. ഒറ്റ ഓണറെ കിടന്ന വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? ഇത് 2,30,000 നമ്മൾ ചോദിക്കുന്നത്. ലാസ്റ്റ് പ്രൈസാ? പിന്നെ വന്ന ഒരു പാർട്ടി വരുമ്പോൾ അപ്പോഴല്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും? തീർച്ചയായും ചെയ്യും. അതെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടൊന്നുമില്ല, ചെറിയ രീതിയിൽ. ഇത് 2014 വണ്ടിയാണ്. നമ്മളിത് 4 പുതിയ ടയറാണ്. നമുക്കിത് പുതിയ ടെസ്റ്റ് ചെയ്ത് GPS അപ്രൂവലായി കിടപ്പുണ്ട്. ഇനി ഇൻഷുറൻസ് എടുത്ത് ടെസ്റ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. എന്തോ ഓടിയത്? ഇത് കിലോമീറ്റർ കാണിക്കുന്ന 1-ന് താഴെ കാണിക്കുന്നത്. അതെനിക്ക് ഉറപ്പില്ല. വിശ്വസനീയമല്ല വണ്ടി. പക്ഷേ എഞ്ചിൻ സൈഡ് ബാക്കി എല്ലാ സൈഡും പക്കയാണ്. അല്ല, കിലോമീറ്റർ മാത്രം നമുക്ക് ഉറപ്പില്ല. അല്ല, ഈ എന്തോരം ടാക്സി വണ്ടി 90-99 ഇത്രയും കണ്ടാണ് കിടക്കുന്നത്. അത് ഞാൻ ആർക്കും ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കില്ല. പക്ഷേ നിലവിൽ കണ്ടീഷനാണ്. വണ്ടി കണ്ടീഷനാണ്. ഒരു പക്ഷേ അത്രയും ആകാം, നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ലല്ലോ. അതെ. ഇതിൻ്റെ ടോപ്പൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ? എല്ലാ പണിയും ചെയ്തിട്ടിരിക്കുന്ന വണ്ടിയാണ്. മെക്കാനിക്കലെല്ലാം ഫുള്ള് ചെയ്ത് ഇനിയിപ്പം ടെസ്റ്റിൻ്റെ 100% ടെസ്റ്റ് ചെയ്യാനുള്ള എല്ലാ പണിയും ചെയ്തിട്ടിരിക്കുക. ആള് വരിക ടെസ്റ്റ് ചെയ്ത് കൊടുക്കുക. വണ്ടി നോക്കുക, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇൻഷുറൻസ് എടുത്ത് ടെസ്റ്റ് ചെയ്ത് അപ്പോഴേ കൊടുക്കുക. വണ്ടി ഫുള്ള് പണിഞ്ഞിട്ട് 4 നല്ല ടയറാണ് കിടക്കുന്നത്. ബാക്കി അപാകതകൾ വണ്ടിക്ക് ഒന്നുമില്ല. അപാകതകൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ചെയ്തിട്ടേ കൊടുക്കത്തുള്ളൂ വണ്ടി. എത്ര ചോദ്യം? ഇത് നമുക്ക് 1,80,000 രൂപയ്ക്ക് കൊടുക്കാം. 180? അതെ. പുതിയ പേപ്പറാണേ. ഇത് 2017. ഇതും സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് 2 വർഷത്തിനടുത്ത് പേപ്പറുണ്ട്. ഏകദേശം 22 മാസം പേപ്പർ കിടപ്പുണ്ട്. ഇൻഷുറൻസ് പിന്നെ 10 മാസം കിടപ്പുണ്ട്. വണ്ടി ടയർ ഭാഗങ്ങളെല്ലാം നല്ലതാണ്. പാച്ച് വർക്കില്ല. ഒറ്റ ഓണർ വണ്ടിയാണ്. ഇതും 1,00,000 ആവുന്നേ ഉള്ളൂ. ജെനുവിൻ കിലോമീറ്റർ. ഇത് 90% ജെനുവിൻ കിലോമീറ്റർ ആവണം. വണ്ടിക്കകമൊക്കെ കൊള്ളാം, നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം എല്ലാ വണ്ടിയും എടുത്ത് നല്ലപോലെ പണിയില്ലേ? ഞാൻ പണിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ നെഗറ്റീവ് കമൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് വേദനിക്കുന്ന ഒരു പ്രശ്നം അതാണ്. നമ്മൾ കാണിക്കുന്ന ആത്മാർത്ഥത ചോദ്യം ചെയ്യുമ്പോഴേ അത് സാധാരണയായിട്ട് സനൂപിനായാലും ഇപ്പോൾ ഈ പറയുന്ന നെഗറ്റീവ് ഇടുന്ന ഒരു പാർട്ടിക്കായാലും നമുക്ക് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അത് നമുക്കുള്ള പോസിറ്റീവാണ്. ഒരാൾ നെഗറ്റീവ് പറയുന്നത് നമ്മളെ പോസിറ്റീവ് എനർജിയാണത്. കാര്യം ഒരാൾ നെഗറ്റീവ് പിന്നെ അഭിപ്രായം പറയണം എങ്കിലേ നമ്മളത് നമുക്ക് മാറ്റാനുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റി നമുക്ക് അത് ഉൾക്കൊള്ളാനുള്ള ശേഷിയുണ്ട്. ഇത് എത്ര ചോദിച്ചേ? 2,30,000 രൂപ. 2,30,000. ഇത് പിന്നെ 2013 വണ്ടിയാണ്. ഇതും എല്ലാ ഭാഗങ്ങളും ചെയ്തിട്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ഉള്ള വണ്ടിയാണ്. ഇത് നമ്മളിത് ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ കട്ടിക്കുള്ളൊരു പണിയും കൂടെ വന്നിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ ക്ഷേമനിധി ഇല്ലായിരുന്നു. ഇപ്പോൾ ക്ഷേമനിധിയും കൂടെ വന്നിട്ടുണ്ട്. അപ്പം നിലവിൽ കിടക്കുന്ന ക്ഷേമനിധി മുടങ്ങിയതുണ്ടെങ്കിൽ ടാക്സ് എടുക്കാൻ പറ്റും. അതെല്ലാം എടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നമ്മൾ ഇത് 1,40,000 രൂപയ്ക്ക് കൊടുക്കാം. ഇതാണ് 1,50,000-നകത്തുണ്ടെന്ന് പറഞ്ഞാൽ. അതെ. വണ്ടിയും കാണാൻ കുഴപ്പമൊന്നുമില്ല. എല്ലാം ഫുള്ളും പിന്നെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്, മെക്കാനിക്കൽ വർക്ക് ചെയ്തിട്ടുണ്ട്, എല്ലാ പണികളും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വണ്ടികൾക്കൊരു അപാകതയില്ല. എന്ത് ഓടിയിട്ടുണ്ട് ഈ വണ്ടി? ഇതും 140 അങ്ങോട്ട് ഓടിയതാണ്. 140 ടയേഴ്സ് കാര്യങ്ങൾ. സനുവേ ഇത്രയും വണ്ടിയൊക്കെ വിറ്റ് പോകുന്നുണ്ട്. നമുക്ക് ഒരുപക്ഷെ എല്ലാ വണ്ടിയുടെയും കിലോമീറ്റർ നമ്മളെ മനസ്സിൽ നിൽക്കത്തില്ല. അല്ല, ഓർമ്മയുള്ളത് എല്ലാം പറയണമെന്ന് ഞാൻ പറഞ്ഞില്ല. കാര്യം എന്താണെന്ന് അറിയാം, നമ്മൾ അവർ കിലോമീറ്റർ നോക്കേണ്ട കാര്യമല്ല. കാര്യം അവർക്ക് ഫുൾ കണ്ടീഷനിലാണ് വണ്ടി കിട്ടുന്നത്. എൻജിൻ സൈഡോ അങ്ങനെ യാതൊരു പ്രശ്നവുമില്ല. എൻജിൻ സൈഡോ ഉണ്ടായി തന്നെ എൻജിൻ പണിഞ്ഞിട്ടേ കൊടുക്കത്തുള്ളൂ. റീപ്ലേസ് ഒന്നുമില്ല. 145 അല്ലേ? 145 പേര് മാറി പുതിയ ടെസ്റ്റ് ചെയ്ത് ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാം. ഇത് 2018 വണ്ടിയാണ്. ഇത് 2018 2020 ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയായത്. അപ്പോൾ നമ്മളിനിപ്പോൾ എടുക്കാൻ വരുന്ന ഒരു NST എഞ്ചിനാണ്. നമ്മൾ എടുക്കാൻ വരുന്ന ഒരു പാർട്ടിക്ക് പുതിയ ടെസ്റ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ഇതിപ്പം കമ്പനി പെയിൻറ്റ് കിടക്കുക. ടെസ്റ്റ് ചെയ്തിട്ടില്ല. ആദ്യത്തെ ഒരു ടെസ്റ്റേ ചെയ്തിട്ടുള്ളൂ.
ബാക്കിയെല്ലാം നമ്മൾ ഫുള്ള് പണി ചെയ്ത് കൊടുക്കും. ഇത് ഓണർഷിപ്പ് ഒക്കെ എങ്ങനെയാണ്? ഫസ്റ്റ് ഓണറാണ്. ഫസ്റ്റ് ഓണർ. 2018 ഇത് ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയല്ല, 20 ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ്. അപ്പോൾ നമ്മളിത് സിംഗിൾ ഓണറാണ്. വണ്ടി അധികം ഓടിയിട്ടില്ല. വണ്ടി നല്ല ക്വാളിറ്റി കിടക്കുന്നതാണ്. പിന്നെ ഇത് വണ്ടി നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്ത് പുതിയ പേപ്പർ എല്ലാം ഫുൾ പേപ്പർ എടുത്ത് കൊടുക്കും. എത്ര ചോദിക്കുന്നത്? ഇത് 2.5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 2.5. ആ, ഈ ടയറൊക്കെ മാറും കേട്ടോ. മാറാനുള്ള ടയറൊക്കെ മാറും. ഇത് കട്ട ടയറാണ് കിടക്കുന്നത്. ആ ടയർ നമ്മൾ മാറ്റും. ആ, വേറെ പറയത്തൊക്കെ ഒന്നുമില്ല. നല്ല കമ്പനിയിൽ എല്ലാ പഞ്ചിങ്ങും കമ്പനിയിലുള്ള വണ്ടിയാണ്. ഇത് 2016 സെൻസർ ഇല്ലാത്ത വണ്ടിയാണ്. ഇത് ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ലോ കിലോമീറ്റർ വണ്ടിയാണ്. ഇതേ അവസ്ഥ തന്നെയാണ്. 2020 ടെസ്റ്റ് കഴിഞ്ഞ് തീർന്നിട്ട് ഇത് ഒതുക്കിയിട്ടിരുന്ന വണ്ടിയാണ്. ഇതോ? ആ, ഇത് പേപ്പർ ഭാഗം ടെസ്റ്റ് ഫീസ് മാത്രം ഞാൻ 10,000 രൂപയ്ക്ക് അടുത്ത് ഫൈൻ അടച്ച വണ്ടിയായത്. പിന്നെ ഇത് കയറ്റിയിട്ടിരുന്നുണ്ട്. ഹെഡ് ഗാസ്കറ്റ് എല്ലാം മാറി, എല്ലാ പണികളും പിന്നെ ഫൗണ്ടേഷൻ എല്ലാം മാറാനുള്ള എല്ലാ ഭാഗങ്ങളും മാറി കമ്പനിയിൽ നിന്ന് ഒന്നാം ഷേപ്പിൽ കിടക്കുന്ന വണ്ടിയായത്. ഒരു ആക്സിഡൻറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു 10 രൂപയുടെ പാച്ചുവർക്ക് പോലും ചെയ്യാത്ത വണ്ടിയാണ്. ടയറൊക്കെ അത്യാവശ്യം. ടയർ പിന്നെ കമ്പനി ടയറാണ്, MRFൻ്റെ ടയറാണ്. ഫസ്റ്റ് റീകട്ടൊന്നുമല്ല, റീപ്ലേസ് ഒന്നുമില്ല. എത്ര ചോദ്യം? ഇത് ഞാൻ പറഞ്ഞില്ലേ 2016 സെൻസറുള്ള വണ്ടി ഞാൻ 2.5 ചോദിച്ചോളൂ. പക്ഷേ ഇത് എൻ്റെ ഇതിനകത്ത് എനിക്ക് 2.5 ലക്ഷം രൂപ ഈ വണ്ടിക്ക് കിട്ടിയാലും സംഗതി മുതലല്ല. അപ്പോൾ എത്ര ചോദ്യം? 2.45 കിട്ടണത്. ഫുള്ള് പുതിയ പേപ്പറാണ്. കഴിഞ്ഞ ശനിയാഴ്ച, അതായത് 7 ദിവസമായിട്ടുള്ളൂ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഈ വണ്ടി. അത്രയും പെയിൻ്റ് എല്ലാം പുത്തൻ പേപ്പറാണ്. ഇത് 2018. ആ, ഇത് പിന്നെ നമ്മൾ പുതിയ ടെസ്റ്റ് ചെയ്ത് സനൂരിക്ക് വീഡിയോ എടുത്ത വണ്ടിയായത്. അല്ല, നമ്മൾ പെയിന്റ് ചെയ്യാതെ കിട്ടുന്ന സീറ്റ് പൊളിഞ്ഞു വാരി കിടന്ന വണ്ടി. ആ വണ്ടിയാണിത്. ആ, ഇതും പിന്നെ ലോ കിലോമീറ്റർ വണ്ടിയാണ്. ഫുള്ള് പിന്നെ 1 ലക്ഷം കിലോമീറ്റർ ഓടാത്ത വണ്ടിയായത്. തന്നെ കിടക്കുന്ന വണ്ടിയാണ്. ജെനുവിൻ കിലോമീറ്റർ ആണോ? എന്തോ? ജെനുവിൻ കിലോമീറ്റർ ആണോ? ജെനുവിൻ കിലോമീറ്റർ. വണ്ടി കമ്പനി പിന്നെ ടയർ കാര്യങ്ങളെല്ലാം കിടക്കുന്നുണ്ട്. പിന്നെ വണ്ടി അന്നും പാച്ച് വർക്ക് ഇല്ലായിരുന്നു. പാച്ച് വർക്കൊന്നും ചെയ്യാത്ത വണ്ടിയത്. പാച്ച് വർക്ക് ഇല്ലായിരുന്നു ചെയ്യാൻ വേണ്ടി. അവിടെ ഈ മൂലയ്ക്ക് ഒരു ഞണക്കുണ്ടായിരുന്നു, അതെടുത്ത് ഫുൾ പുതിയ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പുതിയ ടെസ്റ്റ് ചെയ്ത് പേപ്പർ എടുത്ത് കൊടുക്കുന്ന വണ്ടിയായത്. എത്ര ചോദ്യം? ഇത് 2.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് എല്ലാം ചെയ്ത് കൊടുക്കാം. 2.5. വണ്ടി അന്ന് കണ്ട കോലം വെച്ച് നോക്കുമ്പോൾ വണ്ടി നല്ല വൃത്തി. വണ്ടി അതാണ് നമ്മൾ ചെയ്യിക്കുന്ന പണിയാണ്. കാര്യം അന്ന് കഴിഞ്ഞതിൻ്റെ അങ്ങേ വീഡിയോയിൽ കിടന്ന വണ്ടിയായത്. അത് ആ രീതിക്ക് കിടക്കുന്ന വണ്ടി നമ്മൾ പണിഞ്ഞിട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും. ഇതിപ്പം ഏറ്റവും കൂടിയ പെയിൻ്റാണ് നമ്മൾ അടിക്കുന്നത്, PU പെയിൻ്റ് അടിപ്പിക്കുന്നത്. ഇത് 2019 ലാസ്റ്റ് വണ്ടിയാണ്. ടാറ്റ കാരീസ് ഇറങ്ങുന്നതിൻ്റെ ലാസ്റ്റ് വണ്ടിയാണ്. 2019 പ്രൈവറ്റ് വണ്ടിയാണ്. 4 നല്ല ടയർ, എല്ലാ ഭാഗങ്ങളും വൃത്തിയാണ്. പ്രൈവറ്റാണ്. 2,70,000 രൂപയാണ് വില. 88,000 കിലോമീറ്റർ കൂടിയിട്ടുള്ളൂ. ജെന്യൂൻ കിലോമീറ്റർ ആണോ? ജെന്യൂൻ കിലോമീറ്ററാണ്. വണ്ടി എടുക്കുമ്പോൾ അറിയാമല്ലോ. യാതൊന്നുമില്ല. വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. വണ്ടിക്ക് യാതൊരു അപാകതയും കാര്യങ്ങളും ഇല്ല. കമ്പനിയിൽ നിന്ന് വന്ന ഷേപ്പാണ്. സീറ്റെല്ലാം കമ്പനി സീറ്റാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ട് മാത്രം മാറിയിട്ടുണ്ട്. ഫ്രണ്ടിന് വ്യത്യാസമുണ്ട്. 2 സീറ്റ് പിന്നെ ബക്കറ്റ് സീറ്റ് ആക്കിയിട്ടുണ്ട്. ടയേഴ്സ് ആവറേജ് ടയേഴ്സ്. അത് കമ്പനിയിൽ നിന്ന് വന്ന ടയേഴ്സാണ് കിടക്കുന്നത്. എത്ര ചോദ്യം? ഇത് 2,75,000 70,000 രൂപയ്ക്ക് കൊടുക്കണം നമുക്ക്. 270. ഈ പറയുന്ന തുകയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു അത്യാവശ്യം വ്യത്യാസം വരില്ലേ? ഞാൻ വ്യത്യാസപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ജോലികൾ കുറയ്ക്കേണ്ടി വരും. ഇതിനകത്ത് പണിയെടുക്കുന്ന കുറയ്ക്കേണ്ടി വരും. ഞാനൊരു മാസം ഈ വണ്ടികൾ പണിയുന്ന തന്നെ എന്ന് പറഞ്ഞാൽ ഒരു മാസം എനിക്ക് 1.5 ലക്ഷം രൂപ ആ റേഞ്ചിലേക്കാണ് ഞാൻ ഈ മെക്കാനിക്കൽ തന്നെ ചെയ്യുന്ന വർക്ക്ഷോപ്പിൽ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രസ്ഥാനം എനിക്കിപ്പം മോശമില്ലാത്ത ഒരു കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര ഇല്ലെങ്കിലും സത്യസന്ധതയ്ക്ക് ഒരു വില ഉള്ള കാലം തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന പണിക്ക് എനിക്ക് അത്യാവശ്യം നല്ല തരത്തിലുള്ള കച്ചവടമുണ്ട്. എനിക്ക് അതങ്ങനെ ഒരു പ്രശ്നവുമില്ല. നമ്മൾ രാജകീയമായിട്ട് ജീവിച്ചില്ലെങ്കിലും ഇങ്ങനെ പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതിനോട് 100% സംതൃപ്തിയുണ്ട്. ഇത് 2015 സെക്കൻഡ് ഓണറാണ്. ഇതും കഴിഞ്ഞ ശനിയാഴ്ച ടെസ്റ്റ് ചെയ്ത വണ്ടിയാണ്. ഈ 2 വണ്ടി അന്ന് ഒരുമിച്ച് ടെസ്റ്റ് ചെയ്തതാണ്. അത്യാവശ്യം ഇതിന് ഉള്ള പണികളെല്ലാം ചെയ്തിട്ടിരിക്കുന്ന വണ്ടികളാണ്. നല്ല സീറ്റ് കവേഴ്സൊക്കെ ആണല്ലോ. സീറ്റ് ഫ്രണ്ട് 2 സീറ്റ് കവർ ചെയ്യിച്ച് ബാക്ക് കമ്പനി സീറ്റാണ് എന്ന് വെച്ചാൽ വണ്ടിക്ക് യാതൊരു അപാകതയില്ല.
പിന്നെ മെക്കാനിക്കൽ ഫുള്ള് ചെയ്തിട്ടിരിക്കുന്നു. ബാക്കി പറയത്തക്ക കാര്യങ്ങളും കുഴപ്പങ്ങളോ ഒന്നുമില്ല വണ്ടിക്ക്. എത്ര ചോദിക്കുന്നത് ഇതിനാണ്? പിന്നെ ഇൻഷുറൻസ് 1 മാസം കൂടെ ഉള്ളൂ. ഇൻഷുറൻസ് പാർട്ടി എടുക്കുമെങ്കിൽ നമ്മളൊരു 2.5-നോ 2.10-നും 2.5-നും ഇടയ്ക്കിട്ട് വണ്ടി കൊടുക്കും. ഇൻഷുറൻസ് എടുത്തു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് എടുത്ത് പേരുമാറി കൊടുക്കണമെങ്കിൽ 2,20,000 രൂപയ്ക്ക് ചെയ്യാൻ പറ്റും. ഇത് എത്രാമത്തെ ഓണർഷിപ്പാ? സെക്കൻഡ് ഓണറാണ്. ഇത് പ്രൈവറ്റ് വണ്ടിയായിരുന്നു, ടാക്സി ആക്കിയതായത്. വേറെ പറയത്തക്ക അപാകതകൾ ഒന്നുമില്ല. അപ്പോൾ ഇയർ എൻഡിങ് പ്രമാണിച്ചുള്ള വിലയാണ് ഈ പറയുന്നത് അല്ലേ? അതായത് ഒരു പക്ഷേ സനൂപ് അടുത്ത വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ഈ ഷോപ്പായിരിക്കുമെന്നില്ല, ഇതിന് തൊട്ടപ്പുറം തന്നെ നമ്മൾ വേറെ ഷോപ്പ്. ഇതിന് ഇവിടുന്ന് ഒരു 200 മീറ്റർ മുന്നോട്ട് വേറെ ഷോപ്പ് കല്ലുവാകിലേക്ക് പോകുന്ന വഴിക്ക്, ഇവിടുന്ന് പിന്നെ തിരുവനന്തപുരം പോകുന്ന വഴിക്ക് ഒരു 200 മീറ്റർ മുന്നോട്ട് നമ്മൾ ഷോപ്പ് മാറുന്നുണ്ട്. മിക്കവാറും ഇനി സനൂപിനി അടുത്ത വീഡിയോ എടുക്കുന്ന ആ ഷോപ്പിലായിരിക്കും. ആയിക്കോട്ടെ. ഇതിനൊക്കെ വലിയൊരു ഷോപ്പ് കിട്ടട്ടെ. അല്ല, ഇതിനേക്കാളും വണ്ടികൾ ഒരുപാട് ഇടാനുള്ള സ്ഥലമുള്ള ഷോപ്പാണ്. ഫ്രണ്ടേജ് കുറവാണെങ്കിലും ബാക്കിൽ ഒരുപാട് വണ്ടി ഇടാൻ പറ്റും. നമുക്കിവിടെ സ്ഥലപരിമിതി ഉണ്ട്, അതുകൊണ്ട് നമുക്ക് വണ്ടികൾ ഇനിയും കിടക്കൊണ്ട് വർക്ക്ഷോപ്പിൽ കിടക്കുന്ന ആ വണ്ടിയൊന്നും എടുത്തിടാനുള്ള സ്ഥലം. അണ്ണ എവിടെ നിന്നാണ് ഇത്രയും വെള്ളിമൂങ്ങ ഒപ്പിച്ചുകൊണ്ട്? നാട്ടിൽ വെള്ളിമൂങ്ങ ഇപ്പോൾ ഇല്ലല്ലോ. നമ്മളൊരു ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുമ്പോഴേ, ഇപ്പം ഞാനൊരു കാറ് കച്ചവടത്തിന് ഇറങ്ങിയാൽ എനിക്ക് അത്രയും കാറ് കച്ചവടം ആവത്തില്ല. അപ്പോൾ ആ കാറ് കിട്ടത്തില്ല. നമ്മൾ ഈ ഫീൽഡാകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയിപ്പോവും, ആകും, നമുക്ക് കിട്ടും. നമ്മൾ ഈ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഇത് പിന്നെ ഉള്ള ബ്രോക്കർമാർ വിളിക്കും, പിന്നെ പാർട്ടിക്കാർ, നമ്മളങ്ങനെ കോണ്ടാക്റ്റ് ഉണ്ട്, അങ്ങനെ പോയി എടുക്കുന്നതാണ്. അല്ല, കമ്പനി ഇത്രയും വണ്ടി ഇറക്കിയിട്ടുണ്ടോന്ന് ചോദിച്ചേ. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങൾ കാര്യങ്ങളെല്ലാം ഇവിടെ അവസാനിക്കുകയാണ്. 1,45,000 രൂപ തൊട്ട് നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാൻ പറ്റുന്ന നല്ലൊരു വീഡിയോ ആണ് കാണിച്ചു തന്നത്. അതേപോലെ തന്നെ ആദ്യം ഞാൻ പറഞ്ഞപ്പോൾ ഒരു 3-4 വണ്ടി ഇതുണ്ടെന്ന് പറയായിരുന്നു, ജീത്തോ. പക്ഷേ ജീത്തോ അത്ര ഇല്ല കേട്ടോ, ജീത്തോ 2 ഉള്ളായിരുന്നു. സോറി, പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് തെറ്റിപ്പോയതാണ്. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലൊക്കെ ഉള്ള വണ്ടികളൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഇപ്പം ജയണ്ണനുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ട് പറയുന്നതൊന്നുമല്ല, അല്ലാതെ തന്നെ പറയാണ്, വിശ്വസിച്ച് നിങ്ങൾക്ക് വന്ന് എടുക്കാവുന്ന ഷോപ്പാണ് കേട്ടോ. ഒരുപാട് വണ്ടികളൊക്കെ നല്ലപോലെ മെനക്കെട്ട് പണിതെടുത്ത് ഇടുന്നൊരു കടയാണ്, അതെനിക്ക് അറിയാം, അതുകൊണ്ട് പറഞ്ഞാൽ. പിന്നെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിച്ച് കാണും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണും വരെ ബൈ.